ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സോയാ ചങ്ക്സ് കൊണ്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ് ഇന്ന് മക്കൾക്ക് ഞാൻ ലഞ്ച് ബോക്സായിട്ട് കൊടുത്തൊരു റെസിപ്പിയും കൂടിയാണിത്. അവർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പാത്രം കാലിയാക്കിയിട്ടാണ് അവർ കൊണ്ടുവന്നത്. എന്തായാലും ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. ആദ്യം തന്നെ സോയാബീന് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണിത്. കണ്ട, ഇത് വീർത്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുമുണ്ട്. ഇത് എനിക്ക് കൈകൊണ്ട് നല്ലോണം പിഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പച്ചവെള്ളത്തിൽ ഇട്ടിട്ട് നല്ലോണം കഴുകിയിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ആ വെള്ളമെല്ലാം മൊത്തത്തിൽ പോക്കിയിട്ട് പിഴിയുന്നുണ്ട്. ഇനി ഒരു ബൗളെടുത്തിട്ട് ഒരു 2.5 ടേബിൾ സ്പൂണ് മുളകിൻ്റെ പൊടിയും ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. അതൊരു 1/4 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് അത് ആവശ്യത്തിന് നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കുക. തിക്ക് ഗ്രേവി ആയിട്ടാണ് നമുക്ക് ഈ മസാല കിട്ടേണ്ടത്. അതിന് ശേഷം ഞാൻ സോയാ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കണ്ട, ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ എടുത്തിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് സോയാ ചങ്ക്സുകളെല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മതി. ഇത് പൊരിച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ സോയാ ചങ്ക്സ് ഫ്രൈ എന്ന് പറഞ്ഞിട്ട് ഇതിൽ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചോപ്പ് ചെയ്ത ഉള്ളിയും ചെറുനാരങ്ങയിലിട്ടാൽ നമ്മളെ സോയാ ചങ്ക്സ് ഫ്രൈ ആയി. ഇങ്ങനെയും കഴിക്കാം. ഇത് നന്നായിട്ട് നെയ്യ് കുടിക്കും. അതുകൊണ്ട് നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് മാറ്റിയെടുക്കുമ്പോൾ ഒരു ടിഷ്യൂ വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് എണ്ണ കുടിക്കും. ഇങ്ങനത്തെ ഫുഡെല്ലാം നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ആഴ്ചക്ക് 2-3 പ്രാവശ്യമെല്ലാം കഴിക്കുമ്പോഴാണ് ഹെൽത്തിന് ഭയങ്കര പ്രശ്നം വരിക. എപ്പോഴെങ്കിലും കഴിക്കുന്നതിനെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല. കുറേ ആൾക്കാരിലുണ്ടാകുമ്പം കുറച്ച് പീസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇതെല്ലാം അത്രയേ കിട്ടുള്ളൂ. കുറേ ഒറ്റയടിക്കൊന്നും നമ്മൾ തിന്ന് തീർക്കില്ലല്ലോ. കണ്ട, ഇത് ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ആ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ചെറുങ്ങനെ ഒന്ന് വാട്ടുക. അതിൻ്റെ ഒരു മണം വരണം നമ്മളെ വെളുത്തുള്ളീൻ്റെ. കൂടുതൽ വെളുത്തുള്ളിയാണ് വേണ്ടത്. അടുത്തത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉള്ളി 2 എണ്ണം ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റണം. അതിനുശേഷം ഒരു ക്യാരറ്റ്, അതും ഇതുപോലെ തന്നെ ചോപ്പറിൽ ഞാൻ ചോപ്പ് ചെയ്തെടുത്തതാണ്. കത്തി കൊണ്ടാണ്, ചെറുങ്ങനെ ഒന്ന് മുറിച്ചാൽ മതി. പിന്നെ ഉപ്പ് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ക്യാപ്സിക്കം അതെൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ചെറിയൊരു പീസ് അതുപോലെ തന്നെ ചെറുങ്ങനെ മുറിച്ചിട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം 1/4 കപ്പ് സ്പ്രിംഗ് ഓണിയന് ചെറുങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ടിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒന്ന് ഞാൻ മൂടി വെക്കുന്നുണ്ട്. ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ തീ കുറച്ച് വെക്കണം. അതിന് ശേഷം മൂടി തുറന്നിട്ട് ഈ സോയാ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണ് സോയാ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വഴറ്റേണ്ട കാര്യം ഞാൻ പറയണ്ടല്ലോ, നന്നായിട്ട് വഴറ്റണം. എന്നിട്ട് അതിന് ശേഷം ഗ്രീൻ ചില്ലി സോസാണ് ഇട്ട് കൊടുക്കുന്നത്. അത് 1.5 ടീസ്പൂണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ പച്ചമുളകൊന്നും ഇടുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഗ്രീൻ ചില്ലി സോസ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. സാധാരണ ഫ്രൈഡ് റൈസിലൊന്നും പച്ചമുളക് ഇടൂല. പിന്നെ ഇടുന്നത് ചില്ലി ഫ്ലെക്സ് ആണ്. ഇതിൽ ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. ഇനി ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്കാളും കുറച്ചും കൂടിയും പിന്നീട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കണം. അതിന് ശേഷം നമ്മൾ 2.5 കപ്പ് ബസ്മതി അരി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ ചോറ് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്പൂണ് കൊണ്ട് അധികം ഈ അരി ഇളക്കരുത്, കാരണം പൊട്ടിപ്പോവും. ഞാൻ വൈറ്റ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കണം. ഈ പാത്രം 2 പിടിയും പിടിച്ചിട്ട് ഒന്ന് ഇളക്കി വെക്കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് മിക്സായി കിട്ടും. കുറേ ചോറുണ്ടാകുമ്പം അത് പറ്റൂല. ഇതിപ്പം 2.5 കപ്പ് ആയതുകൊണ്ട് പ്രശ്നമില്ല. മിക്സായി കഴിഞ്ഞാൽ ഇതിലേക്ക് 4 മുട്ട കുരുമുളക് ഉപ്പ് ഇട്ടിട്ട് ഉടച്ച് വെച്ച മുട്ടയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് നമ്മളെ മല്ലിച്ചപ്പ് ഗാർണിഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളെ ഫ്രൈഡ് റൈസ് സെറ്റാക്കി വെക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എപ്പോഴെങ്കിലും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിന് ഇത് കൊടുക്കാൻ നല്ലതാണ്. സോയാ ചങ്ക്സ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കാണ്, കാരണം ചില കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. എൻ്റെ മക്കൾ 2 ആൾക്ക് ഇത് ഇഷ്ടമാണ്, 2 ആൾക്ക് സോയാബീൻ ഇഷ്ടമല്ല. പക്ഷെ എങ്ങനെയായാലും അവർക്ക് ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ കുറച്ച് പച്ചക്കറിയും പിന്നെ മുട്ടയും ചിക്കൻ അങ്ങനെയെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഓല് കഴിച്ചോളും. ഞാൻ ഇതുപോലത്തെ ഒരു 2-3 ഫ്രൈഡ് റൈസ് ഷോർട്സ് ആയിട്ടാണ് ചെയ്തത്. ഒന്ന് ഞാൻ ചിക്കൻ 65 ഫ്രൈഡ് റൈസും
വെജിറ്റബിൾ ഫ്രൈഡ് റൈസുമാണ്. ഞാൻ ഇതിൻ്റെ കൂടെ ലിങ്ക് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ കുട്ടികളുടെ ടിഫിൻ ബോക്സ് ഒരുക്കുന്നതാണ്. ഇത് ഞാൻ പിന്നെ പ്രത്യേകം പറയേണ്ടയില്ല. മൂത്ത ആൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ, രണ്ടാമത്തെ ആൾക്ക് അതിലും കുറച്ചും കൂടിയും കുറവ്, മൂന്നാമത്തെ ആൾക്ക് അതിലും കുറച്ച് കുറവ്. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് അവർക്ക് കുറച്ച് വേണം. അതുകൊണ്ട് മൂന്നാളെ സൈഡിൽ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എല്ലൊന്നൊന്നുമില്ല. ചില ദിവസങ്ങളിൽ നെയ്ച്ചോറ്, പിന്നെ നമ്മളെ നാടൻ ചോറും കറിയും കൊടുക്കും. അല്ലെങ്കിൽ ദോശയോ ഇടിയപ്പോ മസാല ദോശയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. ചോറ് നിർബന്ധമൊന്നുമില്ല. ഇതിൻ്റെ കൂടെ തന്നെ സ്നാക്സും കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിത് ഉണ്ടാക്കിയാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.